അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്നും ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതുണ്ടാക്കാനാണെങ്കിലോ വെറും 5 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ എണ്ണ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കട്ടോ. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ കറിയിലേക്ക് ചേർക്കണുള്ളൂ. ഇത് ചോറ്, ചപ്പാത്തി, റൊട്ടി എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ ഇത്രയും ഈസിയാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതിൽ കിടന്ന് വെന്ത് വന്നോളൂ. പിന്നെ കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ കറിയിൽ മറ്റുള്ള മസാലകളും ചേർക്കാത്തതുകൊണ്ട് കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം. അത്രക്കും ടേസ്റ്റുള്ളൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഉള്ളിയൊന്നും വാട്ടി സമയം കളയണ്ട. ഇതിപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഒത്തിരി വെള്ളമായിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് വെന്ത് വന്നോളൂ. ഇത് ഒന്നുകൂടെ വെന്ത് വരാനുണ്ട്. മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. വെന്ത് വന്നതിന് ശേഷമാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി സോസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളാണ് സോസ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ സോസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അധികമായിട്ട് തിളപ്പിക്കരുത്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് നേരം മൂടി വെക്കാം. അതിനുശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അന്ന് തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.